ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലേറ്റ് ടെക്ടോണിക്സിനെ പറ്റിയിട്ടാണ്, അഥവാ ഫലക ചലന സിദ്ധാന്തത്തെ പറ്റിയിട്ട്. ഈ ഫലകങ്ങളുടെ മൂവ്മെൻറ്റ് ഇത് ചലിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്ലേറ്റുകൾ എങ്ങനെയാണ് ചലിക്കുന്നത്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സിൽ പഠിക്കാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്ക് പോസ്റ്റ് ഡ്രിഫ്റ്റ് തിയറിയെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം. എന്നാൽ അതിനു മുമ്പായി നമുക്ക് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം. കാരണം ഇത് മൂന്നും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപോലെ ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കാനും അതാണ് ഏറ്റവും നല്ലത്. സോ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ഇതിനു മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയെ പറ്റി ഒന്ന് ബ്രീഫായിട്ട് സംസാരിക്കാം. 1912 ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ആൽഫ്രഡ് വെഗ്നറാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി മുമ്പോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്രേ ഉള്ളൂ, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് ഉണ്ടായിരുന്നു. ആ കോണ്ടിനെൻ്റ് പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് പൊട്ടിയകന്ന് ഇപ്പോൾ ഉള്ള ഒരു 7 കോണ്ടിനെൻറ്റുകൾ, നമുക്കറിയാം നമുക്ക് 7 കോണ്ടിനെൻറ്റുകൾ ഉണ്ടല്ലേ, ആ 7 കോണ്ടിനെൻറ്റുകളുടെ ഒരു അവസ്ഥയിലേക്ക് മാറി എന്നാണ് വെഗ്നർ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം അത് സ്ഥാപിക്കാൻ അന്ന് കുറേ തെളിവുകൾ നിരത്തിയെങ്കിൽ പോലും അതിനൊരു ആധികാരികത ഉണ്ടായിരുന്നില്ല, ഒരു ഒതൻറ്റിസിറ്റി ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷമാണ് 1930കളിൽ അർത്തൂർ ഹോംസ് കൺവെക്ഷൻ കറണ്ട് തിയറി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പാർക്കർ, മെക്കൻസി, മോർഗൻ ഇവർ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഡ്രിഫ്റ്റ് തിയറികൾ ഇത് വന്നതിന് ശേഷമാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിക്കും ഒരു ആധികാരികത, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്ലേറ്റുകൾ പൊട്ടി മാറുന്നത്, ഇതിനൊക്കെ കാരണം എന്താണ് ആ പ്രോസസ്സ് അവിടെ നടക്കുന്നതെന്നൊക്കെ പിന്നീട് വന്ന ഈ പോസ്റ്റ് ഡ്രിഫ്റ്റ് തിയറിയിൽ നിന്നാണ് എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ നമുക്ക് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി പഠിക്കുന്നതിന് മുമ്പായിട്ട് കൺവെക്ഷൻ കറണ്ട് തിയറി എന്താണെന്ന് നോക്കാം. കൺവെക്ഷൻ കറണ്ട് തിയറിയിൽ അർത്തൂർ ഹോംസ് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കൺവെക്ഷൻ കറണ്ട് ഓഫ് മാഗ്മ അതാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമെന്നാണ് ആര് പറയുന്നത്, അർത്തൂർ ഹോംസ് പറയുന്നത്. അതിന് കാരണം ഈ മാഗ്മ എവിടെയാണ് കാണപ്പെടുന്നത്, അസ്തനോസ്ഫിയറിലാണ്. നമുക്കറിയാം ഭൂമിയെ നമ്മളൊരു 4 സ്ഫിയറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, മീസോസ്ഫിയർ, ബാരിസ്ഫിയർ. അതിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഏതാണ്, ഏറ്റവും മുകളിൽ കാണുന്നത് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഒരു പ്രതലം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനുശേഷം താഴെ കാണുന്ന ആ ഒരു പാളി അല്ലെങ്കിൽ ആ ഒരു സ്ഫിയറിനെയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ അസ്തനോസ്ഫിയറിലാണ് മാഗ്മ കണ്ടുവരുന്നത്. ഈ മാഗ്മ റേഡിയോ ആക്ടിവിറ്റി കാരണം ചൂട് പിടിക്കുന്നു. അപ്പോൾ ഈ ചൂട് പിടിക്കുന്നത് വഴിയായിട്ട് എന്താ സംഭവിക്കുന്നത്, ഇതിന് ഒരു ചലനം ഉണ്ടാവുകയാണ്, ഒരു സൈക്ലിക്കൽ മൂവ്മെൻറ്റ് ഈ മാഗ്മയ്ക്ക് ഉണ്ടാവുകയാണെന്നാണ് കൺവെക്ഷൻ കറണ്ട് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഈ സൈക്ലിക്കൽ മൂവ്മെൻറ്റ്, മാഗ്മയുടെ സൈക്ലിക്കൽ മൂവ്മെൻ്റ് ആണ് പ്ലേറ്റുകൾ അകന്നു മാറാനും കൂട്ടിയിടിക്കാനും അല്ലെങ്കിൽ ഉരസി നീങ്ങാനൊക്കെ കാരണമാകുന്നതെന്നാണ് കൺവെക്ഷൻ കറണ്ട് തിയറിയിൽ പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതായത് നമ്മൾ പറഞ്ഞു പ്ലേറ്റുകൾ അകന്നു മാറാൻ മാഗ്മയുടെ ചലനമാണ് കാരണം, അതിൻ്റെ ഒരു സൈക്ലിക്കൽ മൂവ്മെൻ്റ് ആണ് കാരണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ മാഗ്മയുടെ ചലനം അത് റേഡിയോ ആക്ടിവിറ്റി കൊണ്ട് ചൂട് പിടിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ചലനം അതൊരു സൈക്ലിക്കൽ മൂവ്മെൻ്റ് അല്ലേ. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എന്ത് സംഭവിക്കും, അവിടെ ഒരു ഡൈവർജൻസ് അല്ലെങ്കിൽ ആ ഒരു 2 പ്ലേറ്റുകൾ തമ്മിൽ അകന്നു മാറാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇനി അത് രണ്ടും ഒരേ സൈഡിലേക്കാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ആ പ്ലേറ്റുകൾ രണ്ടും കൂട്ടിയിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഓർക്കണം, മാഗ്മയുടെ ചലനമാണ് എന്തിന് കാരണം, പ്ലേറ്റുകൾ അകന്നു മാറിപ്പോവാൻ. പ്ലേറ്റ് ലിത്തോസ്ഫിയറിലുള്ള ആ ലിത്തോസ്ഫിയറിൻ്റെ പാളികളാണ് അകന്നു പോകുന്നത്. ലിത്തോസ്ഫിയർ അവിടെ ഏറ്റവും മുകളിൽ നമ്മൾ ചവിട്ടി നിൽക്കുന്നത്, ആ ക്രസ്റ്റ് ആ ഒരു ഭാഗം അടങ്ങുന്നതിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയല്ലേ ഈ പ്ലേറ്റുകൾ പൊട്ടി അകന്നു മാറിപ്പോകുന്നത്. അതിന് കാരണം എന്താണ്, അതിന് കാരണമാണ് കൺവെക്ഷൻ കറണ്ട് ഓഫ് മാഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്മയുടെ ചലനം അനുസരിച്ചാണ് പ്ലേറ്റുകൾ അകന്നു മാറുന്നതും കൂട്ടിയിടിക്കുന്നതും. അപ്പോൾ പ്ലേറ്റുകൾ മാഗ്മയുടെ ചലനത്തിനനുസരിച്ച് മാറുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മാഗ്മ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈക്ലിക്കൽ മൂവ്മെൻ്റ് എങ്കിൽ പ്ലേറ്റുകൾ രണ്ടും അകന്നു മാറാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ കൂട്ടിയിടിക്കുകയാണെങ്കിൽ മാഗ്മയുടെ ചലനം ഒരേ സൈഡിലേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ മാഗ്മയുടെ ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചലനം കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, കൂട്ടിയിടിക്കുന്നതും അകന്നു മാറിപ്പോകുന്നതും അതേപോലെ തന്നെ ഉരസി നീങ്ങുന്നതൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ. നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കുക, ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത് എന്താണ്, 2 പ്ലേറ്റുകളാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്, പ്ലേറ്റ് 1, പ്ലേറ്റ് 2. അതിനകത്ത് തന്നെ ആദ്യം കാണുന്ന ഈ പ്ലേറ്റ് 1 ആണ് സബ്ഡക്റ്റിംഗ് പ്ലേറ്റ് എന്ന് പറയും. അതായത് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണെങ്കിൽ, ഒരു കൺവെർജൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഡെൻസിറ്റി കൂടിയ പ്ലേറ്റ് ഡെൻസിറ്റി കുറഞ്ഞ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോകും. ഡെൻസിറ്റി കൂടിയ പ്ലേറ്റ് ഡെൻസിറ്റി കുറഞ്ഞ പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോകും. നമുക്കറിയാം
ഡെപ്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനാണ് ഡെപ്ത് കൂടുതൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഡെൻസിറ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലോ ഓഷ്യാനിക് ക്രസ്റ്റിനാണ് ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ ഇവിടെ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് പ്ലേറ്റുകൾ അടിയിലേക്ക് പോകുന്നതും മുകളിലേക്ക് കയറി വരുന്നതും. അപ്പോൾ പ്ലേറ്റ് 1 ഇതിന് ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഡെൻസിറ്റി കുറവുള്ള പ്ലേറ്റ് 2വിൻ്റെ അടിയിലേക്ക് ഈ പ്ലേറ്റ് സബ്ഡക്റ്റ് ആയി പോവുകയാണ്, അടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡെൻസിറ്റി കുറവുള്ള പ്ലേറ്റ് 2 എന്താണ്? ഇതിന് ഓവർ റൈഡിങ് പ്ലേറ്റ് എന്ന് പറയും. ഈ പ്ലേറ്റ് ഡെൻസിറ്റി കൂടുതലുള്ള ഈ പ്ലേറ്റ് 1ൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു കൂട്ടിയിടിയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് കാരണം ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞ ഈ പ്ലേറ്റ് 1 ആണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഫിയറാണ് ഏത്? അസ്റ്റനോസ്ഫിയറിൽ. ആ അസ്റ്റനോസ്ഫിയറിലാണ് ഈ മാഗ്മ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഒരു റൊട്ടേഷൻ നിങ്ങൾ നോക്കുക. രണ്ടും ഒരേ സൈഡിലേക്കല്ലേ ഈ മാഗ്മയുടെ റൊട്ടേഷൻ വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ റൊട്ടേഷൻ വരുന്നതും. അപ്പോൾ ഈ ഒരേ സൈഡിലേക്ക് മാഗ്മയുടെ റൊട്ടേഷൻ വരുന്നത് കൊണ്ടാണ് ഇവിടെ കൂട്ടിയിടി നടക്കുന്നത്. ഇവിടെ ഒരു കൺവേർജിങ് ആണ് നടക്കുന്നത്. കാരണം ഒരു പ്ലേറ്റ് അടിയിലേക്ക് പോയി മറ്റേ പ്ലേറ്റ് മുകളിലേക്ക് വന്നു. അതിന് കാരണം അവിടെ കൂട്ടിയിടി ഉണ്ടായിട്ടുണ്ടാവണം അല്ലേ? ഇനി രണ്ട് പ്ലേറ്റ് മാറിപ്പോകുന്ന സാഹചര്യമാണ് ഡൈവേർജിങ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് പ്ലേറ്റുകൾ ഉരസി നീങ്ങുന്ന ഒരു സാഹചര്യത്തിനാണ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ നടക്കുന്നത് കൺവേർജിങ് ആണ് നടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അതിന് കാരണം എന്താണ്? മാഗ്മയുടെ ഈ മൂവ്മെൻ്റ് ആണ്. സോ ഈ മൂവ്മെൻ്റ് അനുസരിച്ചാണ് പ്ലേറ്റുകളുടെ ആ ഒരു കൂട്ടിയിടിയും അല്ലെങ്കിൽ അകന്നുമാറൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതേപോലെ തന്നെ ഡെൻസിറ്റി കൂടുതലുള്ള പ്ലേറ്റാണ് അടിയിലേക്ക് പോയത്, ഡെൻസിറ്റി കുറവുള്ള പ്ലേറ്റാണ് മുകളിലേക്ക് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡെൻസിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും കൂടെ കൂട്ടിയിടിക്കുകയാണ് എന്ത് സംഭവിക്കും? ഓഷ്യാനിക് ക്രസ്റ്റ് സ്വാഭാവികമായിട്ടും കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ അടിയിലേക്ക് പോകും. കാരണം എന്താണ്? അതിന് കാരണമാണ് ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റിന് കുറവാണ്. അതുകൊണ്ട് ഇനി കോണ്ടിനെൻ്റൽ ക്രസ്റ്റും കൂടെ കൂട്ടിയിടിച്ച് എന്ത് സംഭവിക്കും? അപ്പോൾ രണ്ടിനും ഡെൻസിറ്റി സെയിം അല്ലേ? അപ്പോൾ കോണ്ടിനെൻ്റൽ ക്രസ്റ്റും കൂട്ടിയിടിക്കുമ്പോൾ അതിൽ ഏറ്റവും ഏരിയ കൂടിയിട്ടുള്ള കോണ്ടിനെൻ്റൽ ക്രസ്റ്റാണ് അടിയിലേക്ക് പോവുകയുള്ളൂ. അതേപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ഓഷ്യാനിക് ക്രസ്റ്റും കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഏരിയ കൂടിയിട്ടുള്ള ഓഷ്യാനിക് ക്രസ്റ്റാണ് അടിയിലേക്ക് പോവുക, സബ്ഡക്റ്റ് ചെയ്ത് പോവുക. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കൺവെക്ഷൻ കറൻറ്റ് തിയറി എന്ന് അർത്തൂർ ഹോംസ് പറഞ്ഞത് ഇതാണ്. കാരണം സൈക്ലിക്കൽ മൂവ്മെൻറ്റ് ഓഫ് മാഗ്മയാണ് ഈ കൂട്ടിയിടിക്കും അകന്നു മാറുന്നത്, പ്ലേറ്റിൻ്റെ കൂട്ടിയിടിക്കും അകന്നു മാറുന്നതിനൊക്കെ കാരണമാകുന്നത്. അത് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ അടുത്ത് നമുക്കൊന്ന് പ്ലേറ്റ് ടെക്ടോണിക്സിനെ പറ്റി പറയാം. അതിന് മുമ്പായി നമുക്ക് എങ്ങനെയാണ് രണ്ട് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു അനിമേറ്റഡ് വീഡിയോയിൽ കാണാം. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് കോണ്ടിനെൻ്റൽ ക്രസ്റ്റുകളാണ് കൂട്ടിയിടിക്കുന്നത്. അപ്പോൾ ഒരു ക്രസ്റ്റ് അടിയിലേക്ക് പോവുകയും മറ്റേ ക്രസ്റ്റ് ഡെൻസിറ്റി കൂടുതലുള്ള ക്രസ്റ്റിൻ്റെ മുകളിലേക്ക് വരുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. എന്താണ്? രണ്ട് കോണ്ടിനെൻ്റൽ ക്രസ്റ്റുകൾ കൂട്ടിയിടിക്കുന്നു. ഒരു കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് മറ്റൊരു ക്രസ്റ്റിൻ്റെ അടിയിലേക്ക് പോകുന്നു, മറ്റേ ക്രസ്റ്റ് ആ അടിയിലേക്ക് പോകുന്ന ക്രസ്റ്റിൻ്റെ മുകളിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പുതിയൊരു ലാൻഡ് ഫോംസ് ഒക്കെ ഉണ്ടായി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു കൂട്ടിയിടിയുടെ ഫലമായിട്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഹിമാലയൻ മടക്ക് പർവ്വതങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെ ഒരു കൺവെക്ഷൻ കറണ്ട് ഓഫ് മാഗ്മയാണ് ഇതിന് കാരണം. ആ മാഗ്മയുടെ ചലനം കാരണമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടിയിടി ഉണ്ടായത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയിലും മെക്കൻസിയും അതേപോലെ പാർക്കർ, മോർഗൻ ഇവരൊക്കെ പറയുന്നതും. നിങ്ങൾ നോക്കുക, പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി അതായത് ഈ അസ്റ്റനോസ്ഫിയറിൽ ഉണ്ടാകുന്ന മാഗ്മയുടെ ചലനമാണല്ലോ ലിത്തോസ്ഫിയറിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ആ പ്രതിഫലനം കാരണമാണല്ലോ പ്ലേറ്റുകൾ അകന്നു മാറുന്നതും അല്ലെങ്കിൽ കൂട്ടിയിരിക്കുന്നതിനും കാരണമാകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ പ്ലേറ്റ് 1, പ്ലേറ്റ് 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളാണെന്ന് ഞാൻ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡെൻസിറ്റി കൂടുതലുള്ള പ്ലേറ്റ് ഡെൻസിറ്റി കുറവുള്ള പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോകുന്നു, ഡെൻസിറ്റി കുറവുള്ള പ്ലേറ്റ് ഡെൻസിറ്റി കൂടുതലുള്ള പ്ലേറ്റിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നു. അപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സിൽ നടക്കുന്ന ഇതാണ്. അല്ലെങ്കിൽ ഈ ഫലകങ്ങളുടെ ചലനത്തിന് കാരണം എന്താണ്? മാഗ്മയുടെ ചലനമാണ്. മാഗ്മ ചലിക്കുന്നതനുസരിച്ചാണ് ഫലകങ്ങളും ചലിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചലനം ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും ആദ്യത്തെ ഫിഗറിൽ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ ഈ ഭൂമി ഇങ്ങനെ പൊട്ടി അകന്നു മാറിയിരിക്കുന്നതുണ്ടോ? അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സംഭവിച്ചത്? അകന്നു മാറുന്നത് ഡൈവേർജിങ് ആണ്. പ്ലേറ്റുകൾ മാഗ്മയുടെ ചലനത്തിനനുസരിച്ച് അകന്നു മാറുന്നുണ്ടല്ലോ. മാറുമ്പോൾ അവിടെ ഡൈവേർജിങ് ആണ് സംഭവിക്കുന്നത്. ആണെങ്കിലാണ് കൺവേർജിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിനകത്ത് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഓരോ പ്ലേറ്റുകൾ അകന്നു മാറി നിൽക്കുന്ന ഒരു സ്വാഭാവികതയാണല്ലോ നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത്? അപ്പോൾ ഇതാണ് കൺവെക്ഷൻ കറണ്ട് തിയറി അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ മാഗ്മയുടെ ചലനം കാരണം, അസ്റ്റനോസ്ഫിയറിലെ മാഗ്മയുടെ ചലനം കാരണം പ്ലേറ്റുകൾ പൊട്ടി അകന്നു മാറുന്നു. പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെങ്കിൽ ഫലകങ്ങളുടെ ചലനം അവിടെ ഉണ്ടാകുന്നു. ഇതാണ് പോസ്റ്റ് ഡ്രിഫ്റ്റ് തിയറിയിൽ അർത്തൂർ ഹോംസും അതേപോലെ മെക്കൻസി, പാർക്കർ, മോർഗൻ
ഇവരൊക്കെ പോസ്റ്റ് ഡ്രിഫ്റ്റ് തിയറിയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, കൺവെക്ഷൻ കറണ്ട് തിയറി അർത്തൂർ ഹോംസ് 1930-ലാണ്. അതേപോലെ തന്നെ മാപ്പിംഗ് ഓഫ് ദ ഓഷൻ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെൻ്റ് ഡ്രിഫ്റ്റ് തിയറിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഷേപ്പ് വെച്ചിട്ട്, ഓരോ കോണ്ടിനെൻസിനെ ഷേപ്പ് വെച്ചിട്ട് അത് ആദ്യമേ ഒരു കോണ്ടിനെൻ്റ് ആയിരുന്നു, പിന്നീട് പൊട്ടിയകന്ന് മാറിയതാണെന്നുള്ളൊരു ഒരു ഒപ്പീനിയനിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് മാപ്പിംഗ് ഓഫ് ദ ഓഷൻ ഫ്ലോർ എന്ന് ഉദ്ദേശിക്കുന്നത്. മാപ്പുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഷേപ്പ് വെച്ചിട്ട് കണ്ടുപിടിച്ചതാണ് മാപ്പിംഗ് ഓഫ് ദ ഓഷൻ ഫ്ലോർ. അതായത് ഒരു കോണ്ടിനെൻ്റ് ആയിരുന്നു, പിന്നീട് കോണ്ടിനെൻ്റ് പൊട്ടിയകന്ന് മാറിയതാണെന്നാണ് മാപ്പിംഗ് ഓഫ് ദ ഓഷൻ ഫ്ലോറിൽ അവരവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി നമ്മൾ പറഞ്ഞു, ഒരു പ്ലേറ്റുകളുടെ ചലനം അത് പൊട്ടിയകന്ന് മാറിപ്പോവാം, അല്ലെങ്കിൽ കൂട്ടിയിടിക്കാം, അല്ലെങ്കിൽ ഉരസി നീങ്ങാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 ടൈപ്സാണ്. അത് കൺവേർജിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്മയുടെ ചലനം കാരണം കൂട്ടിയിടിക്കുന്നു, ഡൈവേർജിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്മയുടെ ചലനം കാരണം അകന്നു മാറുന്നു, ട്രാൻസ്ഫോമിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്മയുടെ ചലനം കാരണം 2 പ്ലേറ്റുകൾ ഉരസി നീങ്ങുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. സോ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് പോസ്റ്റ് ഡ്രിഫ്റ്റ് തിയറികളെ പറ്റി നമ്മൾ പറഞ്ഞു, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറികളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് 3 നമ്മൾ ഒരുമിച്ച് പഠിച്ച്, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചില്ലേ, ഇപ്പോൾ ഈ ഒരുമിച്ച് പഠിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലായത്. ഇങ്ങനെ ഒരുമിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്കത് ഓർത്തിരിക്കുകയുള്ളൂ. അപ്പോൾ പഠിക്കുന്നതിനൊരു രീതിയുണ്ട്. അപ്പോൾ ആ രീതിക്കനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഓർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ, നമുക്കത് മനസ്സിലാവുകയുള്ളൂ. പ്രത്യേകിച്ചും ജോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നമുക്കത് മാത്രം മതി. അതിനകത്ത് നിന്ന് ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ആൻസേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.